അദ്ദേഹം വിസ്മയം തീർത്ത് പോവുകയാണല്ലോ. അത് ജനങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. അത് ഒരു രാഷ്ട്രീയ നേതാവും കേരളത്തിൽ സ്വീകരിക്കാത്ത നിലയിൽ അഭിപ്രായങ്ങൾ മാറി മാറി പറഞ്ഞ് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോവുക. അതാണോ അദ്ദേഹം ഉദ്ദേശിച്ച വിസ്മയം എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. എന്തെങ്കിലും ഒരു വിസ്മയം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കെല്ലാം, ഈ കേരളത്തിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്ക് അനുഭവപ്പെടുമല്ലോ. അത് കേരള കോൺഗ്രസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള കോൺഗ്രസിനെ കുറിച്ചുള്ള അഭിപ്രായം പറയേണ്ടത് കേരള കോൺഗ്രസ് തന്നെയാണ്. വേറെ UDF നേതാക്കന്മാരോ LDF നേതാക്കന്മാരോ അല്ല പറയേണ്ടത്. ഉറച്ചു നിൽക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് സഹായകരമായ എല്ലാ നടപടികളും അവർ സ്വീകരിക്കുന്നുണ്ട്. അവരുടെ നിലപാട് കേരള കോൺഗ്രസ് ചെയർമാൻ, സ്റ്റേറ്റ് ചെയർമാൻ ശ്രീ ജോസ് കെ മാണി തന്നെ ഇവിടെ പത്രക്കാരോടും വിശദീകരിച്ചിട്ടുണ്ട്. ഈ നാടിന് മുമ്പിലും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആ നിലപാടാണ് അവർ തുടരുന്നത്. ഇന്നത്തെ മുന്നണി യോഗത്തിൽ അവർ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. CPIM പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുക എന്നത് അതിന്റെ ഒരു സംഘടനാപരമായ പ്രക്രിയയുടെ ഭാഗമാണ്. അതൊരാൾക്ക് മെമ്പർഷിപ്പ് പുതുക്കാനും പുതുക്കാതിരിക്കാൻ അവകാശം ഓരോ അംഗത്തിനുമുണ്ട്. അതും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനോ അതുപോലുള്ള മറ്റു പ്രശ്നങ്ങളായിട്ടൊന്നും പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നതിന് യാതൊരു പങ്കുമില്ല. അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് പുതുക്കൽ നടപടിക്രമങ്ങൾ അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് അതൊന്നും പൂർത്തീകരിക്കാതെ, മെമ്പർഷിപ്പിന്റെ സ്കൂട്ടനി പൂർത്തീകരിക്കാതെ പാർട്ടി മെമ്പർഷിപ്പിന്റെ എന്താണ് നില എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം പറയാൻ കഴിയില്ല. വില കുറച്ചിട്ടോ സമീപിക്കുന്ന പ്രശ്നം പാർട്ടിക്കില്ല, പാർട്ടി നേതൃത്വത്തിനില്ല. ആ നിലപാടാണ് ഗോവിന്ദ മാഷും പൊതുവെ സ്വീകരിച്ചു വരുന്നത്. അദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പ് നിന്ന് മാറി നിൽക്കാം, പാർട്ടി അനുഭവം തുടരാം. അങ്ങനെ എത്രയോ ആളുകളില്ലേ പാർട്ടി മെമ്പർഷിപ്പ് നഷ്ടപ്പെട്ടു പോയ ആളുകളെല്ലാം പാർട്ടിക്ക് വിരുദ്ധരായിട്ടൊന്നുമില്ല. LDF ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനത്തോട് എന്തെങ്കിലും ഭിന്നത ആരെങ്കിലും പ്രകടിപ്പിച്ചതായി എന്റെ ശ്രദ്ധയിലില്ല. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ യോജിച്ച നിലപാട് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് ആ തീരുമാനങ്ങൾക്കും നിലപാടുകൾക്കും വിവിധ പാർട്ടികളുമായിട്ടുള്ള ചർച്ച നല്ല വിജയകരമായിട്ടാണ് മുന്നോട്ട് പോയത്. ചില നീക്കുപോക്കുകളൊക്കെ ചില സമയത്ത് ഉണ്ടാക്കേണ്ടി വരും. അത് വീണ്ടും ആലോചിക്കേണ്ടി വരും, വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരും. അത്രയേ പ്രശ്നമുള്ളൂ. കാര്യമായിട്ടുള്ള ഒരു വിഷയമില്ല. അത് ഞങ്ങൾ തീരുമാനം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്നിപ്പം ഇന്നോ നാളെയോ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന നില വന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് പറയുമായിരുന്നു. ഞാൻ പറയാനുള്ള എല്ലാ കടലാസും എൻ്റെ അടുത്ത് റെഡിയാ. അതുകൊണ്ട് ഇതൊന്നും ആരും സ്വകാര്യമായിട്ട് ചിത്രം എടുത്തുകൊണ്ടിരിക്കണല്ലേ.